മറ്റാരുണ്ട് LDF അല്ലാതെ? വി കെ പ്രശാന്തിന്റെ മുഖത്ത് നല്ല ചിരി വന്നിട്ടുണ്ട് വി കെ പ്രശാന്തിനെ സംബന്ധിച്ച്. കാര്യം അദ്ദേഹത്തെ അഭിപ്രായങ്ങൾ ഒരാൾ നെഗറ്റീവ് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇവരാരും വി കെ പ്രശാന്ത് ഉള്ളതുകൊണ്ട് പറയാനല്ല, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഈ ഗവൺമെന്റ്. ചേട്ടൻ എപ്പോഴും പറയും കേട്ടോ, പ്രശാന്ത് തന്നെ ജയിക്കുമായിരിക്കും അല്ലേടി, പ്രശാന്ത് തന്നെ ജയിക്കുമായിരിക്കും ഇല്ലേടി എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ടോ? ഈ കെ മുരളീധരൻ വന്ന് നിന്നപ്പോഴും അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ എന്താ ഇത് പ്രശാന്ത് അറിയാമോ അദ്ദേഹത്തെ നേരിട്ട്? നേരിട്ട് പരിചയമില്ല. നേരിട്ട് പരിചയമില്ല, പക്ഷേ പരിചയമുണ്ട്. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങള് ഫീൽഡിൽ എപ്പോഴും നിൽക്കുന്ന ആളാണ്. ഞാൻ വാഹനത്തിൽ പോകുമ്പോ റോട്ട് എനിക്ക് പരിചയമില്ലെങ്കിലും എല്ലാവരെയും ഞാൻ നോക്കി കൈവീശുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോ എന്റെ ഒരു ധാരണ അവർക്ക് എന്നെ അറിയാലോ, അതുകൊണ്ട് കൈവീശുന്നുണ്ട്, കുഴപ്പമില്ല. മിക്ക കാര്യങ്ങൾക്കും പ്രശാന്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പഴയ MLA കണക്കല്ല, അവർ നിൽക്കും, ജയിക്കും, പോവും. പിന്നെ വരുന്നത് അടുത്ത ഇലക്ഷന് ചിലപ്പോ വരും, അല്ലെങ്കിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ അവർ വരും, അല്ലെങ്കിൽ അവർ വരില്ല. അത് ശരി. അപ്പൊ പ്രോ ആണ്, എല്ലാവരും പ്രോ ആണ്. അപ്പൊ എന്റെ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ആവണമെന്നില്ല, വിധിയെഴുത്താണല്ലോ. ടൈറ്റ് ഫൈറ്റ് ആണ്, മൊത്തത്തിലൊരു പ്രതീതിയുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് കെ മുരളീധരനാണ്, ശ്രീലേഖയുണ്ട്. ഒരു ത്രികോണ മത്സരം ഉണ്ടോ മണ്ഡലത്തിൽ? ത്രികോണ മത്സരം ആണ്, അങ്ങനെ തന്നെ പറയാം. ആരെയും വില കുറച്ച് കാണുന്നില്ല. ആരെയും വില കുറച്ച് നല്ല ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പക്ഷെ അവർക്ക് എല്ലാം ഈ പറഞ്ഞ രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഒരാൾ നേരത്തെ മണ്ഡലം ഉപേക്ഷിച്ചു പോയ സ്ഥിതിയുണ്ട്. 7.5 വർഷം ഉണ്ടായിരുന്നു. 7.5 വർഷമേ ഉള്ളൂ. മറുഭാഗത്ത് BJPയുടെ സ്ഥാനാർത്ഥി പാലങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയും. അല്ല, അത് സ്വാഭാവികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാലം ഉണ്ടാക്കിയെന്നുള്ളത് മരുതൻകുഴി പാലമാണ്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള വികസനങ്ങൾ അതിന്റെ ഇരട്ടിയുണ്ട്. അപ്പോ ഞങ്ങൾ അതിനൊന്നും വില കുറച്ച് കാണിക്കുന്നത്. ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ അവരുടേതായിട്ടുള്ള വികസന പരിപാടികൾ നടത്തും. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എഫക്റ്റീവായിട്ട് നടന്നു. 1685 കോടി രൂപയാണ് നമ്മുടെ മണ്ഡലത്തിൽ മാത്രം ചെലവിട്ടത്. തീർച്ചയായിട്ടും കാണാനുണ്ട്. മറ്റേ വ്യത്യാസം എന്താ? അത് 10-30 കോടിയായിരിക്കും ചെലവിട്ടത്. ഇവിടെ ഈ പറയുന്ന കോടി വരികയാണ്. അപ്പൊ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ റോഡുകളും നന്നായിരിക്കുന്നു, എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടായിരിക്കുന്നു, സ്കൂളുകൾ സ്മാർട്ടായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ മാറ്റം വിസിബിൾ ആയിട്ട് എവിടെ ചെന്നാലും കാണിച്ചു തരാം. ഇതെല്ലാം പൊതുവെ പറയുന്നത് ഈ 10 വർഷം ഒരു മടുപ്പുണ്ടാക്കൂലേ ജനങ്ങൾക്ക്? പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് മൈൻഡിന് എപ്പോഴും ഒരു സർക്കാർ മാറി വരുന്നതാണ് നല്ലത്. അവരിരുന്ന ഇനി അഹങ്കാരം വരും എന്ന് പറയൂലേ? അല്ല, അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. കേന്ദ്രത്തിന്റെ വലിയ സഹായം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പല സന്ദർഭത്തിൽ കടന്നുപോയി. പക്ഷെ ഗവൺമെന്റ് അവിടെ എല്ലാം കൃത്യമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു പദ്ധതി മുടങ്ങാതെ, പെൻഷൻ മുടങ്ങാതെ, ശമ്പളം മുടങ്ങാതെ, റേഷൻ കട പൂട്ടാതെ, ട്രഷറി പൂട്ടാതെ മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ അവിടെ ഒരു മടുപ്പിന്റെ വിഷയമില്ല. ഇവിടെ കരുത്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആളുകൾക്കൊന്നും ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ മടുപ്പ് തോന്നുന്നവര് അത് വേറെന്തെങ്കിലും താല്പര്യം വെച്ച് പറയുന്നതായിരിക്കും. അല്ലാതെ ഒരു പ്രശ്നവും ഗവൺമെന്റുമായി സൃഷ്ടിക്കപ്പെട്ട മടുപ്പായിരിക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കുക. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്താ? 5 വർഷം കഴിയുമ്പോൾ മടുപ്പ് വരും, അടുത്ത ആളിനെ എടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 5 വർഷം കഴിഞ്ഞപ്പോൾ ജനം തുടർച്ചയായിട്ടുള്ള ഭരണം കൊണ്ടുവന്നു. ആ തുടർഭരണത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. ഒരുപാട് വൻകിട പദ്ധതികൾ കേരളത്തിൽ യാഥാർത്ഥ്യമായി. അപ്പൊ മൂന്നാമതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 10 വർഷം കൊണ്ട് തുടങ്ങിയ സംഗതികൾ പൂർത്തീകരിക്കാൻ കേരളത്തിന് ഒരു സുവർണാവസരം വരിക. ഡീൽ ആരോപണങ്ങളൊക്കെ ശക്തമാണ്. വട്ടിയൂർക്കാവിൽ ഒരു ഡീലിന് സാധ്യതയുണ്ടോ? ഒരു ഡീല് ഞങ്ങൾക്ക് ഡീലുണ്ട്. ജനങ്ങളുമായിട്ടുള്ള ഡീലേ ഉള്ളൂ. അല്ലാതെ ഒരു ഡീല് ഞങ്ങളില്ല. 2019-ലും 2021-ലും ഈ ഡീലൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അവിടെ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്തി. 2021-ൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അപ്പോഴൊന്നും ഒരു ഡീൽ ആരോപണം പറഞ്ഞില്ല. ഞങ്ങൾ ഇത്തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. അത് ആരുമായിട്ടുള്ള ഡീലല്ല. ജനങ്ങളിൽ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ശ്രീലേഖ. അല്ല, ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്ന അവരെ പോലുള്ള ആൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു റെക്കോർഡ് ഇല്ലല്ലോ. ഇന്റലിജൻസിന്റെ വിവരമോ അങ്ങനെ ഒരു വിവരമോ കേരളത്തിലില്ല. കേരളത്തിലെ ജനങ്ങൾ അത് പണ്ടേ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞതാണ്. അപ്പൊ അതൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് എടുത്തിരുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ ജനം മനസ്സിലാക്കും. അതൊന്നും വട്ടിയൂർക്കാവിൽ യേശുവില്ല, അതൊന്നും ഏശാൻ പോകുന്നില്ല. കാരണം അതൊക്കെ ജനം വിലയിരുത്തും. സ്വാഭാവികമായിട്ടും എതിർ സ്ഥാനാർത്ഥികൾ നടത്തുന്ന പ്രസ്താവനകളും ഇത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ തന്നെ ജനം വിലയിരുത്തും. അപ്പൊ കേരളത്തെ ഇകഴ്ത്തി കാണിക്കുകയല്ലല്ലോ അവർ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ നാട്ടിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണ്ടേ. PR സർക്കാരാണ് ഇതെന്നുള്ളതാണ് കടുത്ത വിമർശനം. എവിടെ നോക്കിയാലും ബോർഡ്. സംഭവം ശരിയാണ്. ഓരോ 400 മീറ്റർ 500 മീറ്റർ കഴിയുമ്പോൾ ഒരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ശരിക്കും PR-ന് വേണ്ടി ഒരുപാട് പണം ചെലവിട്ടൊരു പ്രതീതിയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? വികസനം അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വട്ടിയൂർക്കാവിൽ എവിടെ പോയാലും വികസനം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്, ജനങ്ങൾക്കും ബോധ്യമുണ്ട്. കേരളത്തിൽ എവിടെ പോയാലും അതുണ്ട്. ഞാൻ കഴിഞ്ഞ നിയമസഭാ അംഗം എന്ന നിലയിൽ ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും പോയല്ലോ.
അവിടെ ഇലക്ഷന് മുമ്പ് തന്നെ എല്ലാ സ്ഥലത്തും ബോർഡാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചിട്ട് അല്ലെങ്കിൽ മോദിജിയുടെ ചിത്രം വെച്ചിട്ട് ലോകം മുഴുവൻ ഫ്ലക്സും ബോർഡുമാണ്. നമ്മൾ ഇലക്ഷൻ സമയത്താണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു PR വർക്ക് നടത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ വികസനം ജനങ്ങളെ അറിയിക്കും വേണം. അത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതില്ലേ. സർക്കാരിന് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഉണ്ടാക്കിയ ചൂട്, അന്തരീക്ഷത്തിലെ ചൂട് തെരഞ്ഞെടുപ്പ് ചൂടിനെ ബാധിക്കുന്നുണ്ടോ? ഭവന സന്ദർശനത്തെ ബാധിക്കുന്നുണ്ട്. ഞാനൊക്കെ ഫോട്ടോയൊക്കെ വളരെ നേരത്തെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കരിവാളിച്ച മകമായി പോയി. നമ്മുടെ ലൈവായിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി സുന്ദരനായി വെളുത്തു. ഇപ്പൊ ഏകദേശം കറുത്ത കരിവാളി അങ്ങനെയില്ല, വെറുതെ മനസ്സ് വേദനിപ്പിക്കുന്നില്ല രാവിലെ. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. VK പ്രശാന്ത് വെയിലത്തും മഴയത്തും ഒക്കെ എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ. അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നന്നായിരിക്കട്ടെ VK ബ്രോ. അപ്പൊ ഉഷാറാണ്. രാവിലെ ബ്രോയ്ക്ക് സന്തോഷമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു.